നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് ഏതാണ്? വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ വീലർ ദ്വീപ് നേരത്തെ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു. ഒഡീഷയുടെ തീരത്തോട് ചേർന്നിട്ടുള്ള ഈ വീലർ ദ്വീപിന് 2015 സെപ്റ്റംബറിൽ പുതിയൊരു പേര് നൽകുകയുണ്ടായി. അതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് വീലർ ദ്വീപിന് 2015 സെപ്റ്റംബറിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപാണ് വീലർ ദ്വീപ്. എന്നാൽ വീലർ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് വീലർ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ എന്ന് പറയുന്നത് പൃഥ്വിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ. ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈൽ ഏതാണ്? ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായിട്ട് മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈലാണ് പൃഥ്വിയാണ് ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായിട്ട് മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈൽ. അപ്പം ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ മിസൈൽ പരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിലെ ദ്വീപാണ് വീലർ ദ്വീപ്. വീലർ ദ്വീപിന് ഇപ്പോൾ പുനർനാമകരണം ചെയ്യപ്പെട്ടു 2015 സെപ്റ്റംബറിൽ പുനർനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം നിലവിൽ അറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് വീലർ ദ്വീപിനെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലാണ് പൃഥ്വി. ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായിട്ട് മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈൽ ഏതാണ്? ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായിട്ട് മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈലും പൃഥ്വിയാണ്. ക്ലിയർ ആയോ കാര്യങ്ങൾ? അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ? ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരം ഏതാണ്? ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് ധനുഷ്. എന്താണ്? ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് ധനുഷ്. ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ പ്രഥമ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? എന്താണ് ചോദ്യം? ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ പ്രഥമ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയ പ്രഥമ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. ഏതാണ്? അഗ്നി 5 ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ വനിത ടെസി തോമസ് ആണ്. ആരാണ്? ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നതും ടെസി തോമസ് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈൽ, എന്താണ് പൃഥ്വി മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായിട്ട് മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈലാണ് പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലും പൃഥ്വി തന്നെയാണ്. അങ്ങനെയുള്ള ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന പൃഥ്വി മിസൈലിൻ്റെ രൂപാന്തരമാണ് ധനുഷ്. ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയ പ്രഥമ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയതാണ് പ്രഥമ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ വനിതയാണ് ടെസി തോമസ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ടെസി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നതും ആരാണ്? ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ
മിസൈൽ വനിത എന്നറിയപ്പെടുന്നതും ടെസ്സി തോമസ് ആണ്. ഏത് രാജ്യത്തോട് ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്? ഏത് രാജ്യത്തോട് ചേർന്നാണ്? റഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ഏത് രാജ്യവുമായിട്ട് ചേർന്നാണ്? റഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. 2 നദികളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മിസൈൽ ഏതാണ്? 2 നദികളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ്. എന്താണ്? 2 നദികളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ്. ഏതൊക്കെയാണ് ആ നദികൾ? ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും അതുപോലെ റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന നാമകരണം ആ മിസൈലിന് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 2 നദികളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല വ്യോമ മിസൈൽ ഏതാണ്? ചോദ്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല വ്യോമ മിസൈൽ ഏതാണ്? ഭൂതല വ്യോമ മിസൈലാണ് ആകാശ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പൃഥ്വിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല വ്യോമ മിസൈൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാ? ഭൂതല വ്യോമ മിസൈൽ ഏത് എന്ന് ചോദിച്ചാൽ അത് ആകാശാണ്. ഭാവിയിലേക്കുള്ള മിസൈൽ എന്ന് പ്രതിരോധ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഭാവിയിലേക്കുള്ള മിസൈൽ എന്ന് പ്രതിരോധ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് അസ്ത്രയെയാണ്. അസ്ത്രയെയാണ് ഭാവിയിലേക്കുള്ള മിസൈൽ എന്ന് പ്രതിരോധ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഏത് രാജ്യത്തോട് ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്? റഷ്യയുമായിട്ട് ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. 2 നദികളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ്. അത് ഇന്ത്യയുടെ ബ്രഹ്മപുത്രയും റഷ്യയുടെ മോസ്കോ റിവറിൻ്റെയും പേരുകൾ ചേർത്തിട്ടാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല വ്യോമ മിസൈലാണ് ആകാശ്. ഭാവിയിലേക്കുള്ള മിസൈൽ എന്ന് പ്രതിരോധ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നതോ? ഭാവിയിലേക്കുള്ള മിസൈൽ എന്ന് പ്രതിരോധ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് അസ്ത്രയാണ്. ഏതിനെയാണ്? അസ്ത്രയാണ്. ആദ്യമായി ഇന്ത്യൻ പര്യവേഷക സംഘം അന്റാർട്ടിക്കയിലേക്ക് തിരിച്ച വർഷം ഏതാണ്? ആദ്യമായിട്ട് ഇന്ത്യൻ പര്യവേഷക സംഘം അന്റാർട്ടിക്കയിലേക്ക് പോയത് 1981 ആദ്യമായിട്ട് ഇന്ത്യൻ പര്യവേഷക സംഘം അന്റാർട്ടിക്കയിലേക്ക് തിരിച്ചത് 1981 എന്നാണ്. 1981 ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ്. ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം. ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം തുടങ്ങിയ വർഷം എന്നാ? ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം തുടങ്ങിയത് 1984 ഒന്ന് കണക്ട് ചെയ്യാം നമുക്ക്. ആദ്യമായിട്ടൊരു ഇന്ത്യൻ പര്യവേഷക സംഘം അന്റാർട്ടിക്കയിലേക്ക് തിരിച്ചത് 1981 അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം അവിടെ ദക്ഷിണ ഗംഗോത്രി എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അത് 1984 അപ്പോൾ 81 പര്യവേഷണം അങ്ങോട്ട് തിരിച്ചത്. 84 ദക്ഷിണ ഗംഗോത്രി എന്ന പേരിൽ ഒരു പര്യവേഷണ കേന്ദ്രം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 1989 പ്രവർത്തനം തുടങ്ങിയ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 2ാമത്തെ പര്യവേഷണ കേന്ദ്രമാണ് മൈത്രി. ഏതാണ്? മൈത്രി. 1989 പ്രവർത്തനം തുടങ്ങിയ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 2ാമത്തെ കേന്ദ്രമാണ് ഏത്? മൈത്രി. അതുപോലെ തന്നെ അന്റാർട്ടിക്കയിൽ ഇന്ത്യ 3ാമത് ഒരു പര്യവേഷണ കേന്ദ്രം തുടങ്ങുകയുണ്ടായി. അങ്ങനെ മൂന്നാമത് തുടങ്ങിയ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി. ഏതാണ്? ഭാരതി. അപ്പോൾ നമുക്ക് 3 പര്യവേഷണ കേന്ദ്രങ്ങളുടെ പേരങ്ങ് പഠിച്ചു വെക്കാം. ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങിയ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി.
രണ്ടാമത് മൈത്രിയാണ് ആരംഭിച്ചത്. മൂന്നാമത് ഭാരതിയാണ് ആരംഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ പര്യവേഷണ സംഘം അന്റാർട്ടിക്കയിലേക്ക് പോയത് 1981-ലാണ്. 1984 ദക്ഷിണ ഗംഗോത്രി എന്ന പേരിൽ അവിടെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് 1989 എന്താണ് രണ്ടാമത്തെ കേന്ദ്രം തുടങ്ങി, അതാണ് മൈത്രി. മൂന്നാമതായിട്ടൊരു കേന്ദ്രം ആരംഭിച്ചു, അതേതാണ്? മൂന്നാമതായിട്ട് ആരംഭിച്ച കേന്ദ്രമാണ് ഭാരതി. കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിലെ ദ്വീപാണ് വീലർ ദ്വീപ്. ആ വീലർ ദ്വീപിന് നമ്മൾ പറഞ്ഞു 2015 പുനർനാമകരണം ചെയ്യുകയുണ്ടായി. 2015 സെപ്റ്റംബറിൽ പുനർനാമകരണം ചെയ്യുകയുണ്ടായി. അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് പുനർനാമകരണം ചെയ്തത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലാണ് പൃഥ്വി. അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യം വരുന്നത് എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല വ്യോമ മിസൈൽ ആകാശാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ പൃഥ്വിയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല വ്യോമ മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ, അത് ആകാശാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഒപ്പം എന്താണ്? ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചത് റഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് എന്ന മിസൈൽ വികസിപ്പിച്ചത്. 2 നദികളുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടതാണ് ഈ ബ്രഹ്മോസ്. അത് നമ്മുടെ ഇന്ത്യയുടെ ബ്രഹ്മപുത്രയും അതുപോലെ തന്നെ റഷ്യയുടെ മോസ്കോ റിവറിൻ്റെ പേരുകളിലാണ് ചേർത്തിട്ടാണ് ബ്രഹ്മോസ് എന്ന പേരിൽ ഈ മിസൈലിന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ പര്യവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ് 1984. 1989 എന്താണ്? മൈത്രിയാണ് രണ്ടാമത്തെ കേന്ദ്രം. മൂന്നാമത്തെ കേന്ദ്രമാണ് ഭാരതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തുനിന്ന് നോക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം.